നമസ്കാരം, ഭൂമികയിലേക്ക് സ്വാഗതം. ഭൂമിക ഇന്നുള്ളത് കുണ്ടയം കോവിലിലാണ്. അധ്യാപന രംഗത്ത് നിന്നും കൂൺ കൃഷി സംരംഭക എന്ന നിലയിൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന റീനുവിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. നമസ്കാരം. അപ്പൊ എങ്ങനെയാണ് അധ്യാപന രംഗത്തുനിന്ന് ഇപ്പൊ ഒരു കൂൺ കൃഷി സംരംഭക എന്ന നിലയിൽ നിൽക്കുന്നത്? ഇപ്പൊ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ യൂട്യൂബ് വഴി വീഡിയോ കണ്ടു. അപ്പൊ ഞാനിങ്ങനെ വെറുതെ ജസ്റ്റ് ഒരു ബെഡിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ അത് കൊള്ളാലോ എന്ന് തോന്നി, അങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോയി. അപ്പൊ ഇപ്പം ഒരുപാട് ഷോപ്പുകളിലും അതുപോലെ ഇവിടെ വീട്ടിൽ വെച്ചിട്ടും സെയിൽ ചെയ്യുന്ന ഒരാളാണ് റീനു. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ബഡ്സ് തുടങ്ങി ഇപ്പം ഈ തിരിഞ്ഞു നോക്കുമ്പോ എന്താ തോന്നുന്നത്? സന്തോഷം തോന്നുന്നുണ്ടോ? സന്തോഷം തന്നെ. കാരണം ഒരു ബെഡിൽ നിന്ന് തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നില്ല ഇത് ഇത്ര സക്സസ് ആവുമെന്ന് വിചാരിച്ചിരുന്നില്ല. ഇപ്പൊ 2 കടകളിൽ കൊടുക്കുന്നുണ്ട്, പിന്നെ വീടുകളിലും ചെലവാവുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഒരു മെയിൻ്റെനൻസ്, അതുപോലെ എങ്ങനെയാണ് ഇത്? നമുക്കിപ്പം സാധാരണക്കാർക്ക് ഇത് എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ അതിന്റെ പിന്നിലുള്ള പരിശ്രമങ്ങളോ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് സാധാരണക്കാർക്ക് അതിനെപ്പറ്റി യാതൊരു വിവരമില്ല. അപ്പൊ എങ്ങനെയാണ് റീനു ഈ ഒരു സ്റ്റാർട്ടിങ് ഇതിൽ ചെയ്തു വരുന്നത്? ഇതിപ്പോൾ 2 തരത്തിൽ ചെയ്യാം. വൈക്കോലാണ് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു 6 മാസത്തോളം വൈക്കോല് ചെയ്തു. അപ്പം അതിൽ നല്ല പണിയുണ്ട്. കാരണം വൈക്കോല് പുഴുങ്ങണം, പിന്നെ ഉണക്കണം, അത് ഇത്ര ശതമാനം വെള്ളത്തിൽ വെക്കുക, അങ്ങനെ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. പിന്നെ നല്ല ശുദ്ധിയോടുകൂടി ചെയ്യണം. അപ്പം പിന്നെ എനിക്ക് കുറച്ച് ബാക്ക് പെയിൻ ഉള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ അത് മുന്നോട്ട് പോകില്ല എന്ന് എനിക്ക് തോന്നി. അപ്പാണ് ഈ മഷ് പെല്ലറ്റിനെ കുറിച്ച് അറിഞ്ഞ് വീഡിയോസിലെല്ലാം കണ്ട് ഇപ്പം മഷ് പെല്ലറ്റ് ഓർഡർ ചെയ്ത് അങ്ങനെ ചെയ്ത് നോക്കി. അതാകുമ്പോൾ ഇപ്പം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, ആർക്കും ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അപ്പൊ അങ്ങനെ ചെയ്ത്. അപ്പൊ ഒരുപാട് തരത്തിലുള്ള കൂണുകളുണ്ട്. അപ്പൊ റീനു ഇതിൽ ഏത് കൂണാന്ന് ഇപ്പൊ വളർത്തുന്നത്? ഞാനിപ്പോ ഓയിസ്റ്റർ മഷ്റൂമാണ് വളർത്തുന്നത്. അതിന്റെ വൈറ്റ്, അതിൽ പല കളറും ഉണ്ട്. പിങ്ക്, പിന്നെ ഗോൾഡൻ ഉണ്ട്, അങ്ങനെ പല കളറുണ്ട്. ഇപ്പൊ ഞാൻ HU എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ചെയ്യുന്നത്. അതായത് വൈറ്റ് ആണ്. വൈറ്റ്. അപ്പൊ പല കളർ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ അതുപോലെ കളർ വെറൈറ്റി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? ശ്രമിക്കാൻ പോവാണ്. ഞാൻ വിത്ത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ്, എവിടുന്നാണ് ഈ വിത്ത് സംഭരിക്കുന്നത്? വിത്ത് ഞാൻ പിലിക്കോട് കാർഷിക സർവകലാശാലയിൽ നിന്നും പിന്നെ ഇവിടെ കരിമ്പത്തു നിന്നും അങ്ങനെയാണ് കൊണ്ടുവരുന്നത്. ഇതിപ്പോ ഡേറ്റ് വെച്ചിട്ടുണ്ട് ഞാൻ. ഇതിപ്പോ 12/11 ചെയ്തതാണ്. അപ്പൊ നവംബറിൽ ചെയ്തത്. നവംബർ, ഡിസംബർ, ജനുവരി കഴിയാനായില്ലേ. അപ്പൊ ഇത് കുറെ വിളവ് കിട്ടി എനിക്ക്. 3ാമത്തെ ട്രിപ്പ് വിളവ് കിട്ടി. ഇനി 4ാമതും കിട്ടും. അതുകൊണ്ട് അവിടെ വെച്ചത്. അപ്പൊ ഒരു വിത്ത് പാക്കറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 മാസത്തേക്ക്. അതെ. ഒരു പാക്കറ്റ് വിത്തിന് നമുക്ക് ഇതുപോലത്തെ 2 ബെഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ബെഡ് തന്നെ 3-4 മാസം നമുക്ക് വിളവ് തരും. പക്ഷേ ഇന്നിപ്പോൾ ഈ ബെഡിൽ നിന്ന് എനിക്ക് വിളവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട്, 2 ആഴ്ച വേണ്ട, 2 ആഴ്ചക്കും മുന്നേ കിട്ടുമായിരിക്കും. അപ്പോൾ അതിന് അത്രയും ഡേയ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ നിന്ന് നെക്സ്റ്റ് വിളവ് കിട്ടും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഒരു ബെഡ് കെട്ടിയാൽ നാളെയും കിട്ടുമോ ബെഡ്, എന്നാലേ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വിളവ് കിട്ടുള്ളൂ. അതെ കൊടുക്കണമെങ്കിൽ ഇപ്പൊ വീട്ടിലത്തെ ആവശ്യത്തിനാണ് കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഈ കടകളിലൊക്കെ കൊടുക്കുമ്പോ എന്തായാലും അവർ ചോദിക്കുമല്ലോ. അതെ
ഇതിപ്പോ ഇന്ന് വിളവെടുക്കേണ്ടതാണ്. ഇന്ന് നമുക്ക് ഇത് പറിച്ചെടുക്കാം. ഇതിന്റെ കൊട കണ്ട, ഇതിന്റെ ക്യാപ്പ് എന്ന് പറയുന്നത്, ഇതങ്ങ് ഫുള്ളായി വിരിഞ്ഞു കഴിഞ്ഞാല്, ഇതിപ്പോ ഒരു കുഴി കണ്ട, ഈ കുഴി അങ്ങ് ഫുള്ളായി വിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് പറിച്ചെടുക്കാം. അതാണ് അതിന്റെ പാകം. 100 ഗ്രാമിലധികം ഉണ്ടാവും, 150 ഗ്രാം തന്നെ ഉണ്ടാവും. പാക്കറ്റാ അത് 9 അത്രേ ഉണ്ടാവില്ല. ചെറിയ കൂണ് കടകളിൽ കൊടുക്കുന്നത് 200 ഗ്രാമിന്റെ പാക്കറ്റാണ്. 200 ഗ്രാമിന്റെ പാക്കറ്റിന് 100 രൂപ. അതിപ്പോ കടകളിൽ കൊടുക്കുമ്പോൾ എനിക്ക് 60 രൂപ അല്ല 80 രൂപയെ കിട്ടുള്ളൂ. നേരെ മറിച്ച് 150 ഗ്രാമിന്റെ പാക്കറ്റ് 75 രൂപേൻ്റെ അതാ കൊടുക്കുന്നത്. അപ്പൊ 75 രൂപ കടകളിൽ കൊടുക്കുമ്പോൾ എനിക്ക് 60 രൂപ കിട്ടുള്ളൂ. പക്ഷെ വീടുകളിൽ പോയി ഉള്ള സെയിലാണെങ്കിൽ എനിക്ക് 200 ഗ്രാമിന്റെ 100 രൂപ തന്നെ കിട്ടും. നേരിട്ട് കൊണ്ടേ, അതായത് ഡോർ ടു ഡോർ സെയിലാണ് ഏറ്റവും നല്ലത്. ലാഭം അവരെടുക്കും. ഇതെന്ന് പറഞ്ഞാല് അലൂമിനിയം ബബിൾ ഷീറ്റാണ്. ഇത് തണുപ്പിന് വേണ്ടിയിട്ടാണ്. അതായത് ഈ കൂണിന് ഏറ്റവും കൂടുതൽ കാലാവസ്ഥ അനുകൂലമാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നേരെ മറിച്ച് നമ്മൾ ഈ പെല്ലറ്റിൽ ചെയ്യുന്ന, ഇത് പെല്ലറ്റിൽ ചെയ്ത ബെഡാണ്, മഷ് പെല്ലറ്റ് എന്ന് പറഞ്ഞാൽ പെല്ലറ്റിൽ ചെയ്ത ബെഡാണ്. അപ്പൊ ഈ ബെഡിൽ നമ്മൾ ആദ്യം തിളക്കുന്ന വെള്ളം ഒഴിച്ച് വിത്തിട്ടിട്ട് കൊണ്ടുവെക്കുന്നതാണ്. 15 ദിവസം ഇരുട്ടുമുറിയിൽ വെച്ച് അതിനുശേഷം കീറിട്ട് കൊടുത്തിട്ട് അതിൽ നിന്നാണ് ഈ മഷ്റൂം വരിക. അപ്പൊ നമ്മൾ ഇതിൽ 1 കിലോ പെല്ലറ്റില് നമ്മൾ 1.5 ലിറ്റർ വെള്ളം ഒഴിക്കും, തിളക്കുന്ന വെള്ളം ഒഴിക്കും. അപ്പം ഇതിനാവശ്യം, ഈ ബെഡിന്റെ ഉള്ളിൽ ആവശ്യമായ വെള്ളം ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ തണുപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റമാണ് ഈ ഫാനും ആ പാഡ് വെച്ച സിസ്റ്റം. ഇതാണ് പെല്ലറ്റ്, മഷ് പെല്ലറ്റ്. അപ്പം ഇത് 1 കിലോ പെല്ലറ്റ് 1.5 ലിറ്റർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് പിറ്റേ ദിവസം, അതായത് ഇന്നലെ ഇട്ട് വെച്ച ബെഡാണിത്. ഈ ബെഡ് ഇനി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്താൽ മതി. ഇതിലോട്ട് ഇതാണ് വിത്ത്. ഈ ഒരു പാക്കറ്റ് വിത്തിൽ നമുക്ക് 2 ബെഡ് ചെയ്യാം. ഈ സൈഡിൽ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്തു വെച്ച് 2 ദിവസമായ ബെഡാണിത്. ഇതിലിങ്ങനെ മൈസീലിയം പടർന്നു വരും. അപ്പം 15 ദിവസം കഴിഞ്ഞിട്ട് ഇതിന് കീറിട്ട് കൊടുത്താൽ അതിൻ്റെ ഇടയിലെ മഷ്റൂം വരും. ഈ മൈക്രോപോർ ടാപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിന് ഇനി ഹോൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിന് ബ്രീത്ത് ചെയ്യാനുള്ള ഇതിൻ്റെ ഇടയിലേക്കൂടെ കിട്ടും.
ഇത് വൈക്കോലിൽ ചെയ്ത ബെഡാണ്. ഇതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കുറച്ച് പണിയുണ്ട് വൈക്കോല് ചെയ്യാൻ. ഇത് ആവിയിൽ പുഴുങ്ങി, അതായത് വൈക്കോല് ഫസ്റ്റ് കഴുകി 12 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച് പിന്നീട് ആവിയിൽ പുഴുങ്ങി ആദ്യം ഉണക്കാൻ വെച്ച് അതിൻ്റെ പിറ്റേ ദിവസമാണ് ബെഡ് ചെയ്യാൻ എടുക്കുന്നത്. അപ്പം അതായത് നമ്മൾ വൈക്കോല് പിഴിയുമ്പോൾ വെള്ളം നിലത്ത് ഉറ്റാനും പാടില്ല, പക്ഷെ കൈക്ക് നനവുണ്ടാവണം. ആ ഒരു നനവായിരിക്കണം വേണ്ടത്. ഒരു 20% വെള്ളം ഇതിൽ പാടുള്ളൂ. അപ്പം ഫസ്റ്റ് നമ്മൾ തെരിയണക്കെ വൈക്കോലാക്കി ബെഡിൻ്റെ ഉള്ളിലോട്ട് വെക്കുക. ശേഷം ഒരു ലെയർ വിത്ത് സൈഡിൽ ഇടുക. പിന്നീട് ആദ്യം വൈക്കോല്, പിന്നെ ആദ്യം വിത്ത്, അങ്ങനെ 1, 2, 3, 4 ലെയറിലെ ബെഡാണിത് വൈക്കോലിൽ ചെയ്ത്. ഇതിപ്പോൾ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, ചെയ്യാം. ഈ വിത്തിനിപ്പോൾ 50 രൂപയാണ് ഞാൻ കൊടുക്കുന്ന വില. ഞാൻ വാങ്ങിക്കുന്ന 50 രൂപക്കാണ്. അപ്പോൾ ഈ വിത്ത് 50 രൂപക്ക് വാങ്ങി, പിന്നെ പെല്ലറ്റ് ഒരു ചാക്കിന് 1000 രൂപേൻ്റെ അടുത്തോളം വരുന്നുണ്ട് ഞാൻ വാങ്ങിക്കുന്നതിന്. പലരും പല റേറ്റിനാണ് കൊടുക്കുന്നത്. അപ്പോൾ സാധാരണ വൈക്കോല് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിത്തിന് 50 രൂപയും, വൈക്കോലിൻ്റെ വില പിന്നെ അറിയാലോ. അപ്പോൾ ഒരു 150-നുള്ളിൽ നമുക്ക് 2 ബെഡ് ചെയ്യാൻ പറ്റും. അപ്പം എത്ര തന്നെ ആയാലും 2 ഇരട്ടി എന്തായാലും നമുക്ക് ലാഭം കിട്ടും. എനിക്ക് മാത്തിലി കൃഷിഭവൻ വഴി നല്ല സപ്പോർട്ടാണ് കിട്ടിയത്. അതായത് അവർ വഴി തന്നെ 2-3 ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി. ആദ്യം ഞാൻ യൂട്യൂബ് കണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. അതെനിക്ക് കൃഷിഭവനിൽ നിന്ന് ഓരോ പ്രാവശ്യം കിട്ടിയ ക്ലാസ്സിൽ നിന്നാണ് ലഭിച്ചത്. അതുപോലെ തന്നെ അവിടെയിലെ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഹസ്ബൻഡ് എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആഴ്ചക്ക് വരും. അപ്പോൾ ശനി ഞായറും ഇവിടെ ആയിരിക്കും. അപ്പോൾ ചേട്ടനും പരമാവധി ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഹസ്ബൻഡിൻ്റെ അച്ഛനായാലും അമ്മയായാലും എൻ്റെ അമ്മയും അച്ഛനായാലും നല്ല സപ്പോർട്ടാണ് ഇക്കാര്യത്തിൽ. ഇപ്പോൾ പലർക്കും ഉള്ള സംശയമാണ്, നമുക്ക് ഒരുപാട് മഷ്റൂം ഉണ്ടായി, അന്ന് ചിലവായിട്ടില്ല, ബാക്കി വന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അച്ചാർ ഉണ്ടാക്കാം, അതുപോലെ തന്നെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം, അതുപോലെ ബിരിയാണി ആക്കാം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഇന്ന് ചെയ്തതാണ് ഇത് ക്യാരറ്റ് ജ്യൂസാണ്. ക്യാരറ്റിൽ തന്നെ നമ്മൾ മഷ്റൂം ഉണക്കി പൊടിച്ച് അതിൻ്റെ പൊടിയിട്ട്, പിന്നെ അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് പാൽ ഒഴിച്ച് വേവിച്ചിട്ട്, അതായത് ക്യാരറ്റ് വേവിക്കുമ്പോൾ 2 ഏലക്കായും ഇട്ട് ആക്കി ജ്യൂസാണിത്. അതുപോലെ തന്നെ നമുക്ക് പായസം ഉണ്ടാക്കാം. പായസം നമ്മൾ സാധാരണ അടപ്പായസം ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് പായസം ഇതുണ്ടാക്കാം. കൃഷിയുമായി ബന്ധപ്പെട്ട സാധാരണക്കാരുടെ ഒരുപാട് സംശയങ്ങളുണ്ടാവും. നമ്മൾ മിക്കവാറും കാണുന്നതെല്ലാം സൂപ്പർ മാർക്കറ്റിൽ അതുപോലെ ഷോപ്പുകളിൽ പാക്ക് ചെയ്ത് വെച്ച കൂണുകളാണ്. അപ്പോൾ അതിൻ്റെ തുടക്കം മുതൽ എങ്ങനെയാണ് ഒരു പാക്കിംഗ് വരെ എത്തുക എന്ന് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. അത് നമുക്ക് ഇന്ന് കാണിച്ചു തന്ന റീനുവിന് ഒരുപാട് സ്നേഹം. അതുപോലെ ഭൂമികയിൽ ഇനി അടുത്ത എപ്പിസോഡിൽ പുതിയൊരു കർഷകനുമായി കാണാം. നന്ദി, നമസ്കാരം.